ഞാൻ സുമ ടീച്ചർ, സുമ ശിവദാസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് രസകാളന. രസം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രസം എന്ന് പറഞ്ഞാൽ രുചി, സ്വാദ് എന്നൊക്കെ മാത്രമേ അർത്ഥമുള്ളൂ. അതിന് വേണ്ട സാധനങ്ങൾ വളരെ ഡിഫറൻറ്റാണ്. നമ്മൾ ഒരുപാട് കാളനികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് പല സ്ഥലത്ത് പല രീതിയിൽ ഉണ്ടാക്കുന്നത് എല്ലാം നമ്മൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇതുവരെ ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളതിൽ നിന്ന് വ്യത്യാസമുള്ള തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിൽ കൂടുതലുള്ള ഒരു കാളനാണ് രസകാളൻ. ഇത് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് വീട്ടിൽ, പക്ഷേ നമ്മൾ ചെയ്തിട്ടില്ല യൂട്യൂബിന് വേണ്ടി. അപ്പോൾ ഇന്ന് അത് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ വീട്ടിൽ മിച്ചം വരുന്ന ചിലപ്പം കുറച്ച് കൂട്ട് പച്ചക്കറികളൊക്കെ കിടക്കും. അതെടുത്തെല്ലാം ചേർത്ത് നമുക്ക് രസകാളൻ ഉണ്ടാക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് മത്തങ്ങ. തൊലി പോലും കളഞ്ഞിട്ടില്ല. ഒരു ചെറിയ മധുരം കാണും. മത്തങ്ങയുടെ തൊലി വളരെ നല്ലതാണ്. കൂടുതലെടുക്കുമ്പോൾ നമ്മൾ അവിടവും ഇവിടവും ചിലപ്പോൾ ചെത്തും. ഇന്ന് അതും ചെത്തി കളഞ്ഞിട്ടില്ല. ഇത് നല്ലപോലെ നിറച്ച് 1 കപ്പ് കൂമ്പാരമുണ്ട്. അങ്ങനെ കണക്കും പ്രത്യേകമായിട്ട് ഇത്ര വേണം എന്നൊന്നുമില്ല. ഏകദേശം നമ്മളെടുക്കുന്ന കഷ്ണങ്ങൾ ഒരുപോലെയാണെങ്കിൽ നല്ലത്. ഒരേ അളവാണെങ്കിൽ കുമ്പളങ്ങയും പിന്നെ മത്തങ്ങയും മാത്രമാണ് എടുത്തിട്ടുള്ളത്. 2 കഷ്ണം, 2 തരം കഷ്ണങ്ങൾ. വളരെ വ്യത്യാസമെന്ന് പറയട്ടെ. ഇത് വേവിക്കുക ചെയ്യുന്നേ, പക്ഷേ വേവിക്കുന്നത് പുളിയുടെ വെള്ളത്തിലാണ്. വാളംപുളി പിഴിഞ്ഞൊരിച്ച നീരിൽ വേകാൻ വേണ്ട വെള്ളവും കൂടെ ചേർത്താണ് ഇത് നമ്മൾ വേവിക്കുക. പിഴിഞ്ഞങ്ങൊഴിക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് മതി. കഷ്ടിച്ച് ഒരു നെല്ലിക്ക വലിപ്പം. ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കണം. വേകാൻ വേണ്ട വെള്ളം, അതായത് കഷ്ടിച്ച് കഷ്ണം മൂടുന്ന അത്രയും വെള്ളം. ഇപ്പോൾ പുളിയായാൽ ഉടനെ ഉപ്പ് വേണം. അപ്പോൾ ഉപ്പിടാം. കല്ലുപ്പ ഇടുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ. അപ്പോൾ പുളി ഒഴിച്ചു. കഷ്ണം എന്താ ചെയ്യുന്നത്? പുളി ഒഴിച്ച് വേവിക്കുക. അപ്പോൾ ഉപ്പ്, പുളി, പിന്നെ വെള്ളം, മഞ്ഞൾപ്പൊടി, കഷ്ണം ഇത്രയും ചേർത്തു. ഇത് നമ്മൾ അടച്ചു വെച്ച് ഈ കച്ചട്ടിക്കകത്ത് വേവിക്കുകയാണ് ആദ്യം ചെയ്യുക. അത് വേകുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കേണ്ടതുണ്ട്. ആ അരപ്പ് തയ്യാറാക്കാനും ഇതിൻ്റെ അരപ്പും വളരെ പ്രധാനമാണ്. നമ്മൾ സാധാരണ കാളന് അല്ലെങ്കിൽ മോരൊഴിച്ച് കൂട്ടാൻ, അല്ലെങ്കിൽ വെറും പുളിശ്ശേരിക്ക്, അല്ലെ ക്രിസ്ത്യൻ പുളിശ്ശേരിക്ക്, നോൺ വെജിൻ്റെ കൂടെ കഴിക്കാൻ അതിലെല്ലാം ജീരകം അരയ്ക്കും. ഇതിനകത്ത് ജീരകമേ വേണ്ട. അതാണ് ആദ്യത്തെ പോയിൻ്റ് ഓർക്കേണ്ടത്. നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ പച്ചരി, അല്ലെങ്കിൽ പച്ചരി ഇല്ലേ ഉണ്ണുന്ന അരി ആയാലും മതി. 1 ടീസ്പൂൺ പച്ചരി ഇട്ടു. 8-10 കുരുമുളക്. അത് ആ കുരുമുളക് തന്നെ ഇടുകയാണ് രുചി. അത് വറുത്തിട്ട് ചേർക്കുന്നതുമാണ് രുചി. ചിലർ കണ്ടിട്ടുണ്ട് ഇതിലേക്കിടും, പക്ഷേ എളുപ്പമുണ്ട്. ഇതാണ് അതിൻ്റെ ശരിയായ മെത്തേഡ്. ഇനി വേണ്ടത് 1/2 ടീസ്പൂൺ ഉലുവ. 3 സാധനങ്ങൾ: കുരുമുളക്, ഉലുവ, പച്ചരി. ഇതൊന്ന് വറക്കാം. പാലക്കാട്ടെ പല വീടുകളിലും ഈ അരി വെള്ളത്തിൽ കുതിർത്തിട്ട് അതാണ് ഈ രസകാളനിലിടുന്നത്. പുളിശ്ശേരിയിലെല്ലാവരും അങ്ങനെ ആ കഷ്ണത്തിൻ്റെ കൂടെ ഈ കുതിർത്ത 1 ടീസ്പൂൺ അരിയും കൂടെ ചേർക്കും എന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. വറുത്ത് തീരട്ടെ. അരി മഞ്ഞയായാൽ മതി. എല്ലാം പൊട്ടി അരിക്ക് മഞ്ഞ നിറം കയറാൻ തുടങ്ങി. ഇത്രയും മതി. ഉലുവ നല്ലപോലെ മൂത്തു. ഇനി ഇതാണ് നമ്മുടെ അരപ്പിനോടുകൂടി ചേർക്കുന്നത്. തേങ്ങ കഷ്ടിച്ചൊരു വലിയ മുറിയുടെ പകുതി, അത്രേ എടുത്തിട്ടുള്ളൂ. 3 വത്തൽമുളക്, 1 പച്ചമുളക്. ഇതെല്ലാം അരയ്ക്കാനാണ്. അപ്പോൾ തേങ്ങ, വത്തൽമുളക്, പച്ചമുളക്, പിന്നെ ഈ വറുത്ത 3 സാധനങ്ങളും. അപ്പോൾ ആകെ 6 സാധനങ്ങളാണ് നമ്മൾ അരയ്ക്കുന്നത്. ഇത് നല്ലപോലെ വൃത്തിയായിട്ട് അരയ്ക്കണം. ആദ്യം നല്ലതായിട്ട് പൊടിക്കുക. പൊടിച്ചിട്ട് കുറേശ്ശെ മോര് ചേർത്തോ അല്ലെങ്കിൽ തിളപ്പിച്ചരച്ച വെള്ളം ചേർത്തോ, ശകലമൊക്കെ വെള്ളം ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം. നല്ലപോലെ തിളച്ചു. ഇനി തീ താത്തിയിട്ടാണ് വേവിക്കേണ്ടത്.
നമ്മുടെ ഈ കഷണങ്ങളുണ്ടല്ലോ വെന്തങ്ങോട്ട് ഉടയണ്ട, അങ്ങനെയല്ല ഇതിരിക്കേണ്ടത്. കഷ്ണം കഷ്ണമായിട്ടൊക്കെ തന്നെ കാണണം. അതുകൊണ്ടാകും ഈ പുളി നേരത്തെ ഒഴിക്കുന്നത്. പുളി ഒഴിച്ച ലേശം താമസിക്കും വേഗൻ. ഇപ്പം എല്ലാം അടുത്തോട്ട് വന്നു, വേവ് കുറച്ചൊക്കെ ആയി. നോക്കൂ, ഇത് തൈരല്ല, മോരാണ്. കുറച്ച് പുളിയുള്ള മോരെന്ന് പറഞ്ഞാൽ തൈര് ഉടച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നെയ്യെടുത്ത് മാറ്റിയതാണ് മോര്. ഇവിടെ ഇപ്പം നെയ്യ് മാറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് നമുക്ക് ആവശ്യം പോലെ ഒഴിക്കാം. പിന്നെ അരപ്പ് ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ അരപ്പ്. മഞ്ഞൾ ഇവിടെ ഉള്ളതുകൊണ്ട് ഇതിൽ മഞ്ഞൾ ഇട്ടിട്ടില്ല. പിന്നെ വേണ്ടത് സ്വല്പം ശർക്കരയാണ്. അത് നിങ്ങളിതിനകത്ത് മത്തങ്ങ ഉള്ളതുകൊണ്ട് മത്തങ്ങയ്ക്ക് എപ്പോഴും ശകലം മധുരമുണ്ട്. പ്രത്യേകിച്ച് ആ വല്ലാത്ത യെല്ലോ മത്തങ്ങയാണെങ്കിൽ നല്ലപോലെ മധുരം കാണും. അത് നോക്കിയിട്ടോ ഉള്ളൂ ഇത് മുഴുവൻ ഇടാവുള്ളൂ. ഇപ്പം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരപ്പിടാം. നമ്മൾ അരപ്പൊഴിക്കാൻ പോവുകയാണ്. ഇത്തിരി തിളപ്പിച്ചാറിച്ച വെള്ളം കൂടി ഒഴിക്കാം. മുഴുവൻ അരപ്പ് ഒഴിച്ചു. ഇനി നമുക്ക് അരപ്പൊന്ന്, മുളകല്ലേ, നല്ലപോലെ തിളച്ചോട്ടെ. ഇതൊരു കുറച്ച് ശർക്കര, ഒരു കഷണം, അത് ഇതിൻ്റെ പുളിയും നമുക്ക് നോക്കിയിട്ടാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പുളിയുടെ പുളിയുള്ളതുകൊണ്ട് ഇനി മോരിൻ്റെ പുളി വരാനും ഉള്ളത് കൊണ്ട് ഒരു ഇത്തിരി ഇത്രയുള്ളൊരു കഷണം എടുത്തിട്ടുണ്ട്. അത് അവരവരുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് മോരൊഴിക്കാം. ഇത് തൈരല്ല, മോരാണേ. ഒരു 1.5 കപ്പ് ഒഴിച്ചു. ഇനി ഇത് കടുക് വറക്കണം. കച്ചട്ടി ആയതുകൊണ്ട് തൊടാൻ മേല, നല്ല ചൂടാണ്. ഒരു ശകലം കൂടെ ഉപ്പിടണം. അതേ പതഞ്ഞു. ഇനി നമുക്കിത് ഓഫാക്കാം. നല്ലപോലെ പതഞ്ഞു. അവിടെ ഇവിടെ ഓരോ തിള വന്നു തുടങ്ങി. പോരാത്തതിന് കച്ചട്ടിയാണ്, തൊടാൻ പറ്റില്ല പാത്രത്തിൽ. അതുകൊണ്ട് ഞാനിപ്പോൾ നിർത്തി. പതഞ്ഞ് നിൽക്കുന്നുണ്ടോ. ഇത് കടുക് വറുത്താൽ മാത്രം മതി. കടുക് വറക്കാൻ ഇനി ഉലുവായും ഒന്നും ഇടണ്ട. നമ്മളുടെ ഉലുവ വറുത്തരച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇട്ടാലും കുഴപ്പമില്ല, ഇട്ടില്ലേലും കുഴപ്പമില്ല. അതാണ് അതിൻ്റെ രീതി. നെയ്ക്കകത്ത് കടുക് വറുത്ത്, കടുകും മുളകും കരിയേപ്പിലയും മാത്രം മതി. ഇച്ചിരി പച്ച കരിവേപ്പില ഇപ്പോൾ ഇവിടെ ഇടണം. കറിവേപ്പില ഇട്ട് വറുത്ത് പൊരിച്ചിട്ടിട്ടാൽ പോരാ. കരിവേപ്പില പച്ചയ്ക്ക് തന്നെ എല്ലാ കറിയിലും ശകലം ഇടണം. അതൊന്ന് നുള്ളിയിടണം, മണമൊക്കെ കിട്ടാൻ. കഷ്ടിച്ച് 1 സ്പൂൺ നെയ്യ് എടുത്തിട്ടു. നമ്മളെ പ്രത്യേകിച്ച് ഈ തൃശ്ശൂരിന് തെക്കോട്ടുള്ളവർ കാളൻ എന്ന് പറയുമ്പോൾ ഉള്ള സ്വാദേ അല്ല. രസകാളന് തീർത്തും വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഇതും വല്ലപ്പോഴുമൊക്കെ ഉണ്ടാക്കാം, തീർച്ചയായിട്ടും. നല്ല സ്വാദാണ്. കടുക് വറുത്തിട്ടിട്ടും 4-5 മിനിറ്റ് കഴിഞ്ഞു. കണ്ടോ, നമ്മളധികം മോര് അങ്ങനെ ഒഴിച്ചില്ല, വെള്ളം ഒഴിച്ച മോര് തന്നെയാണ്. എന്നിട്ടും ആവശ്യത്തിന് വേണ്ട കുറുക്കുമുണ്ട്, നല്ല ഭംഗിയുമുണ്ട്. തീർച്ചയായിട്ടും രസകാളൻ വളരെ നല്ലതാണ്. ഇത് നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. ഇച്ചിരി രസകാളനും ഒഴിച്ചു, കഞ്ഞിവെള്ളം എടുത്തൊഴിച്ചു. കഞ്ഞി വാർത്ത വെള്ളം ഉണ്ടായിരുന്നു, അത് ഒഴിച്ചു. നല്ലപോലെ ഉപ്പും ഇട്ടു. നല്ല ചൂടുണ്ട്. ഇത് ഞാനങ്ങ് കുടിച്ചു കാണിക്കാം. ഒരു പാനീയം, നല്ല സ്വാദം. രസകാളനോ പുളിശ്ശേരിക്കോ ഒക്കെ ഇങ്ങനെയൊക്കെയുള്ള ഉപയോഗങ്ങളുണ്ട് കുഞ്ഞുങ്ങളെ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിക്കുമല്ലോ അല്ലേ? നന്ദി, നമസ്കാരം.